എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ശ്രീ പണിക്കർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫോട്ടോ ഡ്യൂപ്ലിക്കേഷൻ വരുന്നതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന് തന്നെ ടൂളുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, സീഡാക്കി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡി ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. അതിനെപ്പറ്റിയുള്ള ചോദ്യം വരുമ്പോൾ പല കാരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്. ഇപ്പോൾ ഒടുവിൽ SIR വന്ന സമയത്തും ഇത് ഹൗസ് ടു ഹൗസ് വിസിറ്റ് ഉണ്ട്, അതിൽ കൂടുതൽ ആക്യുറസി കിട്ടും. പിന്നെ നിലവിലെ വോട്ടർ പട്ടികയിൽ ഈ ഫോട്ടോകളിലൊക്കെ ക്ലാരിറ്റി കുറവുണ്ടാവും. അതുകൊണ്ട് ഈ ടൂൾ ഉപയോഗിക്കാൻ, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ വാദം ഇപ്പോഴും ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണല്ലോ ഈ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, അതിൽ ഫോട്ടോ ഡ്യൂപ്ലിക്കേഷനും വരും. അത് എന്തുകൊണ്ട് പ്രയോഗിക്കുന്നില്ല എന്ന സംശയം ഉയരുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ പ്രശ്നം ഉന്നയിച്ചത് നന്നായി. ആ മെറിറ്റിലേക്ക് കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ സമഗ്ര പരിഷ്കരണത്തിന് കൂടി ഉപയോഗിക്കുന്ന ഒന്നായി മാറും. നിലവിൽ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങളിൽ വാസ്തവമുണ്ടല്ലോ. കാരണം അവിടെ ഫോട്ടോ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, ഇരട്ട വോട്ടുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അത് വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നമായി നിൽക്കുന്നത്. അല്ല മഞ്ജുഷ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ കാരണം ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. SIR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തി കോടതിയുടെ അനുമതിയോടുകൂടി ഓൾറെഡി നടക്കുകയാണ്. അതിൽ ഉള്ള കാര്യം തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ വഴിയും അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ SIR എന്ന് പറയുന്നതിനോട് തന്നെ വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ബാക്ക്ലാഷ് നിലവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാകുന്നത് ഇതേപോലെ കുറേ ആൾക്കാർ ഇതിനകത്ത് നിന്ന് പുറത്ത് പോവുകയാണ്. അത് നേരിട്ടുള്ള വെരിഫിക്കേഷനോട് കൂടി സോഫ്റ്റ്വെയർ ഡ്രിവൺ ആയിട്ട് മാത്രമല്ല നടത്തേണ്ടത് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സാണ് മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെയും നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നതിന് കോടതിയുടെ കൺകറൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണ് ഇത് ആസാമിൽ ഇത് ചെയ്യാത്തത് എന്ന് ശ്രീ റോണി കെ ബേബി ചോദിച്ചു. ആസാമിൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കഴിഞ്ഞ വർഷം ജസ്റ്റിസ് വിക്രംനാഥിന്റെ ഓർഡർ ഉണ്ട് 2024. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആസാമിലെ SIRന് എക്സംഷൻ ഉണ്ട്. കാരണം ആസാമിൽ നമുക്കറിയാവുന്നത് പോലെ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു NRC പ്രോസസ് ഉണ്ട്. അവിടെ പിന്നെ സിറ്റിസൺഷിപ്പ് വെരിഫൈ ചെയ്യുന്നതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. SIR നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോസസ് എല്ലാം റീഡു ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ലിറ്റിഗേഷന്റെ ഭാഗമായിട്ട് 2019 മുതൽ ഉള്ള കുറേയധികം കാര്യങ്ങളിൽ തീർപ്പാക്കാതെ അവിടെ SIR വേണ്ട എന്ന് കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിധിയുള്ളതാണ്. എന്നിട്ട് പിന്നെയും സുപ്രീം കോടതി എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നില്ല എന്നൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പറയുക. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു മറ്റേ CCTV ഫുട്ടേജുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു. കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ ആ നിയമം കൊണ്ടുവരുന്നത് സുപ്രീം കോടതി PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2013 ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സ്റ്റേഷനിൽ എടുക്കുന്ന വെബ്കാസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ CCTV ഫുട്ടേജോ പബ്ലിക്ലി ആക്സസിബിൾ ആയിട്ട് ഒരാൾക്കും അവൈലബിൾ ആക്കാൻ പറ്റില്ല അൺലെസ് ദർ ഇസ് എ കോർട്ട് ഓർഡർ. അപ്പോൾ കോൺഗ്രസിന് എന്താ ചെയ്യേണ്ടേ? പരാതിയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ഇലക്ഷൻ ചട്ടപ്രകാരം പരാതി എപ്പോഴാണോ കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഇതൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് നിയമപരമായിട്ടുള്ള ബാധ്യത ഈ ഇലക്ഷൻ കമ്മീഷനുണ്ട്. അത് കോടതിയാണ് പറയുക, കോർട്ട് മോണിറ്റേർഡ് ആണ്. അത് പല കേസുകളിലുണ്ട്. 2013 അത് ഒറിജിനലി വന്നിരിക്കുന്നത്. 2017 ഡോക്ടർ ഷെർപ്പ കേസിൽ ഇത് വീണ്ടും വന്നിരുന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷം അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനെതിരെ. അതിലും കോടതി ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് CCTV ഫുട്ടേജ് അങ്ങനെ കൊടുക്കാനായിട്ട്. അതുപോലെ സിബി മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉന്നയിച്ചിരുന്നു. ഡിജിറ്റൽ ഫോർമാറ്റിൽ എന്തുകൊണ്ട് വോട്ടർ പട്ടിക നൽകുന്നില്ല? ഈ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അത് വെരിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് കണ്ടെത്തുവാൻ ഏറെ സമയം വേണ്ടി വരുന്നത്, പാർട്ടായിട്ട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അതും തെറ്റായ വാദമാണ്. കാരണം ഡിജിറ്റലായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് മെഷീൻ റീഡബിൾ ആയിട്ട് കൊടുക്കരുതെന്നാണ്. ഡിജിറ്റലായിട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാമല്ലോ. ഇപ്പൊ ഇന്നലെ ഈ പ്രശ്നം വന്നിരുന്ന സമയത്ത് അതിൽ ഈ സ്വീറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങളും അതിന്റെ കാർഡും വന്നിരുന്നപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത എന്റെ സിസ്റ്റത്തിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ എനിക്ക് എവിടുന്ന PDF കിട്ടിയത്? ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കിത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള PDF എന്ന് പറയുന്നതും സാധാരണ PDF എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. കോടതി കമൽനാഥ് കേസിൽ കോൺഗ്രസ് നേതാവ് കമൽനാഥ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ കമൽനാഥ് കേസിലെ സുപ്രീം കോടതിയുടെ ഉത്തരവാണ് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ഇത് കൊടുക്കേണ്ടതില്ല, മറിച്ച് അത് സെർച്ചബിൾ PDF കൊടുത്താൽ മതി. നിങ്ങൾക്ക് ടെക്സ്റ്റ് സെർച്ച് ചെയ്യാം, അത് കിട്ടും. അത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കിട്ടും, നമ്മുടെ നാട്ടിലത്തേത് കിട്ടും. അതുകൊണ്ടാണല്ലോ ഇവിടെ വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശ്രീധരന് മറുപടിയും നൽകി കഴിഞ്ഞു. അവിടെ രാഹുൽ ഗാന്ധിക്ക് എന്ത് വൈഷമ്യമാണുള്ളത്, എന്ത് തടസ്സമാണുള്ളത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഒരു സെക്കൻഡ്, സിബിയാനുള്ള മറുപടി.
പറയട്ടെ. മഞ്ജുഷ, ഇതിനകത്ത് PDF കൊടുക്കുക എന്ന് പറയുന്നതും മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. PDF കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഈ ഡ്യൂപ്ലിക്കേഷൻ കണ്ടെത്താനുള്ള ഒരു മെഷീനെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ സഹായിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോലി ഇതിന്റെ 10-1 സമയം കൊണ്ട് അല്ലെങ്കിൽ 100-1 സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ ഒരു PDF എന്ന് പറയുന്നത് നമുക്ക് പരമാവധി ഒരു സെർച്ച് ആൻഡ് ഫൈൻഡ് മാത്രമേ ഉള്ളൂ. ആ സെർച്ച് ആൻഡ് ഫൈൻഡ് കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക് ഓൾറെഡി ഡ്യൂപ്ലിക്കേഷനെ പറ്റി അറിവുള്ളപ്പോഴാണ്. ഈ ഡ്യൂപ്ലിക്കേഷനെ പറ്റി നമ്മൾ അറിവില്ല, നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്രയും ബൂത്തുകളിലെ ഇത്രയേറെ വോട്ടുകളിൽ ഈ പറഞ്ഞതുപോലുള്ള സംഭവം കണ്ടെത്തുക എന്ന് പറയുന്നത് നിഷ്പ്രയാസമല്ല. എന്റെ ഏറ്റവും പ്രധാന സംശയമൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആധാർ കാർഡ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാത്തത്? ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബയോമെട്രിക്കുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഡ്യൂപ്ലിക്കേഷനും ഒഴിവാകും. ഇത്തരം ഒരു തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തത്, എനിക്ക് ശ്രീജിത്തിനോട് അടക്കം ചോദിക്കാനുള്ള ഒരു സംശയം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലയളവിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെയും പേരിൽ അവർക്ക് ഇതിനുശേഷം ക്രിമിനൽ കുറ്റങ്ങളിൽ അവരെ വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ആ നിയമം എന്തിനാണ്? ആ നിയമം വന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കുറ്റകൃത്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനകത്ത് അഴിമതി ചെയ്യാൻ, മാനിപ്പുലേഷൻ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് ധൈര്യം കൊടുക്കുന്ന ഒരു നിയമമായിട്ടല്ലേ അത് കൊണ്ടുവന്നത്? അങ്ങനെ 2-3 സംഭവങ്ങളുണ്ട് അതിനകത്തൂടെ. ഞാൻ മറുപടി പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ അത് കിട്ടണമെന്നാണ്. ഞാൻ പറഞ്ഞത് കൊടുക്കേണ്ടെന്ന് സുപ്രീം കോടതിയാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? സുപ്രീം കോടതിയിൽ അത് ഫ്രഷ് പെറ്റീഷൻ മൂവ് ചെയ്യണം, എന്നിട്ട് ഇതിന്റെ ബുദ്ധിമുട്ട് ഇന്നതുണ്ട് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് പുതിയൊരു ഓർഡർ കിട്ടുക എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ അതിനെന്താ ചെയ്യുക? പരാതിയുള്ള ആൾക്കാർ കോടതിയിൽ പോകണം. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ? കോടതിയിലെ ജഡ്ജിമാരെ ഞാൻ പറയുന്ന പത്രസമ്മേളനം കാണുന്നുണ്ട്, പക്ഷെ പരാതി കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? റെസ്പോൺസിബിൾ പാർട്ടിയാണെങ്കിൽ കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ തരണം, കാരണം ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം. 2, പല പൊസിഷനുകളിലും, അതായത് ചീഫ് വിജിലൻസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പല പൊസിഷനുകളിലും ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ടേമിൽ എടുക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള തീരുമാനങ്ങളുടെ പേരിലാണ് പ്രൊട്ടക്ഷൻ. അല്ലാതെ അഴിമതി എസ്റ്റാബ്ലിഷ് ചെയ്താലോ അവർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കാര്യം നിയമപരമായിട്ട് അവരുടെ ഡ്യൂട്ടിയിലുള്ള കാര്യങ്ങൾ അല്ലാതെ ചെയ്തു കഴിഞ്ഞാലോ പ്രൊട്ടക്ഷൻ ഇല്ല. അതായത് ആ നിയമത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഔദ്യോഗികമായിട്ടുള്ള ഏത് തീരുമാനത്തിനും നിങ്ങൾക്ക് പരിരക്ഷ ഉണ്ടെന്നാണ്. അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും കൊടുക്കുന്ന പരിരക്ഷയാണ്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നിർഭയമായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് പേടിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിടത്ത് ഒരു ഇലക്ഷൻ നടക്കുകയാണ്. അവിടെ ആ ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷന്റെ തലേ ദിവസം ഒരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അടുത്ത ദിവസം വലിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എത്ര ഡ്യൂപ്ലിക്കേഷൻ വന്നാലും എത്ര ഫോട്ടോകൾ ഉപയോഗിച്ചാലും, അല്ല ഒരേ ഫോട്ടോ തന്നെ പല പേരുകാർക്ക് നേരെ ഉപയോഗിച്ചാലും ഒക്കെ ആ പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. അതിലൊന്നും ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യം വരുന്നില്ല. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന കാര്യം വരുന്നില്ല. അല്ല, ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? വോട്ടർ പട്ടികയിൽ ഇത്രമാത്രം അബദ്ധങ്ങൾ കയറി കൂടുമ്പോൾ അതിന് ആർക്കും ഉത്തരവാദിത്വം ഇല്ലാതെ മാറുകയാണ്. അല്ല, നോക്കൂ, അതിലെ പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ കസ്റ്റോഡിയൻ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ഒരു പാർട്ടിസിപ്പേറ്ററി സിസ്റ്റം വഴിയാണ് നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിന്റെ കസ്റ്റോഡിയൻ ആണ്, അതിന്റെ ഓണറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിന് അപ്പുറത്തേക്ക് ഇത് പാർട്ടിസിപ്പേറ്ററി ആണ്, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് വഴിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന്റെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ ഡ്രാഫ്റ്റ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെരിഫൈ ചെയ്യാൻ കൊടുക്കുന്നത്? എന്തിനാ? എന്നാൽ പിന്നെ കൊടുക്കണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇത്ര നാൾ തരുന്നു, തന്നതിന് ശേഷം 1.5 മാസം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡ്രാഫ്റ്റ് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇതൊരു സൈക്കിളിൽ ചെയ്യുന്നത് എന്തിനാ? പാർട്ടിസിപ്പേറ്ററി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയിലുള്ള കോടിക്കണക്കിനായിട്ടുള്ള വോട്ടർമാരുടെ ഡീറ്റെയിൽസ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതിനുള്ള ഓഫീസർമാരോ അതിന് വളരെ പരിമിതമായ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. ഓരോ സംസ്ഥാനത്തുമാണ് തയ്യാറാക്കുന്നത്. അത് ശരിയാണ്. ശ്രീ റോണി കെ ബേബി, ഇവിടെ എന്താ